ഗുഡ് മോർണിംഗ് ഫോക്സ്. അപ്പം ഇന്ന് നമ്മൾ ലിവർപൂൾ പോവാം. സോ ഇന്ന് ഇപ്പം നമ്മൾ ഒരു 8:30 നമ്മൾ 9 മണിയാകുമ്പോൾ ലീവ് ചെയ്യും. സോ റെഡി ആവണം. അരമണിക്കൂർ കൊണ്ട് റെഡിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലിവർപൂൾ പോയി കുറച്ച് നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ വേഗം പോകാൻ നിൽക്കുക. തിരക്കായി, എല്ലാവരും ഓരോരോ സൈഡായി തുടങ്ങി. അപ്പോൾ എല്ലാവരും ഒരുങ്ങുന്നതിന് തിരക്കാം. സോക്സൊക്കെ ഇരുന്നത്ര വേദ ഒരുങ്ങി. ഇപ്പം നമ്മൾ ആദ്യം അജ്മൽസിൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ലിവർപൂളിലേക്ക് പോകുന്നത്. അവിടെ കാർ ചേഞ്ച് ഉണ്ട്. എല്ലാവരും കൂടെ കാറിൽ കൊള്ളാത്തതുകൊണ്ട് ഒരു ക്വിക്ക് കാർ ചേഞ്ച് ഒക്കെ നടത്തിയിട്ട് പോകാം. എട്ട് പൊട്ടക്ക 7 ഏത്തക്ക 6 താറാവ് 5 മഞ്ചാടി 4 നാരങ്ങ 3 മുക്കുറ്റി 2 ചെണ്ടുമല്ലി 1 കുഞ്ഞാറ്റക്കുരുവിയെ നമ്മൾ കണ്ട്. നെയ്യൊഴിക്കുമ്പോൾ മണ്ണടുപ്പിൽ തീയുകൂട്ടി കളിച്ചു ഞങ്ങൾ. എങ്ങനെ തണലാകും ഞാനെങ്ങനെയാകും, ഞാനെങ്ങനെ മരമാകും നീ. അങ്ങനെ നമ്മളെല്ലാവരും ചിരിച്ചും കളിച്ചും ഇങ്ങനെ പോവാം ലിവർപൂളിലേക്ക്. ഇന്നും ഹാഫ് ആൻ അവർ ഉണ്ട്. സോ ഹെൽപ്സ് നമ്മൾ ഡിസൈനർ ഔട്ട്ലെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇനി 3-4 മിനിറ്റിൽ നമ്മൾ എത്തും. സോ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷം. സോ എവ്രി വൺ, നമ്മൾ ഡിസൈനർ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുക. സോ കുറേ ഷോപ്സിൻ്റെ ചുറ്റും നെക്സ്റ്റ് അങ്ങനത്തെ കുറേ ഡിസൈനർ ഔട്ട്ലെറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അജ്മലച്ചൻ, ഞാൻ വൈകാതെ നമ്മളെ കുട്ടിക്കാർക്ക് എല്ലാവരും ഉണ്ട്. അങ്ങനെ പോളോ കുറേ ബ്രാൻഡഡ് ഷോപ്സൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരുടെയും സാധനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുക. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫൺ സംഭവം കൂടിയാണ്, ഒരു തിരിച്ചൽ പോലെയാണ്. നമുക്കിഷ്ടമുള്ള സാധനം കിട്ടണം. സോ ഗൈസ്, നമ്മൾ ചൂറോസ് വിത്ത് ന്യൂട്ടല്ല, വൈക ചൂറോസ് വിത്ത് എന്താ വെച്ചാൽ ചൂടുള്ള ചൂറോസ് കഴിക്കാൻ തുടങ്ങുക. സോ ഗൈസ്, ഇപ്പോൾ ഒരു 1:30 ആയി കാണും. നമ്മൾ നടന്ന് പകുതി ആയതേ ഉള്ളൂ. കുറേ ഷോപ്സിൻ്റെ അടിച്ച് പൊളിച്ച് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ചൊക്കെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ കാണുന്ന ബാഗ് മാത്രമേ ഉള്ളൂ. സ്ഥലങ്ങൾ ഫുൾ അടിപൊളി ഷോപ്സ്, എൻജോയ് ചെയ്ത് ഷോപ്പ് ചെയ്യാം. പക്ഷെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മടുക്കും. പറഞ്ഞേക്കാം. സോ ഇപ്പം നമ്മുടെ ഷോപ്പിംഗ് ഏകദേശം തീരാറായി. വിശന്നിട്ട് നിൽക്കാൻ വരാം. സോ ഇപ്പം നമ്മളുടെ പ്ലാൻ ഇവിടെ പോകാനാണ്. എന്താ ഉപ്പും മുളകും ലിവർപൂളിൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാം. സോ അവിടെ ഫുഡ് അടിച്ച് കൊതിപ്പിക്കാം. ഇവിടെയാണ് ഉപ്പും മുളകും. ഇതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുന്നത് H412QQ. അങ്ങനെ നമ്മൾ ഉപ്പും മുളകും റെസ്റ്റോറൻറ്റിൽ കയറി ഇവിടെ എല്ലാവരും സീറ്റ് എടുത്തു. ഇനി നമ്മൾ നമ്മുടെ 2 സ്പെഷ്യൽ ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മമ്മിയും അമ്മയും വരാനിരിക്കുക. അവർ വരണം അത്രേ. അപ്പം നമ്മളിവിടെ സീറ്റായിട്ടുണ്ട്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കാണാൻ അടിപൊളിയാണ്. എന്താ പറയുക, നല്ല ലൈറ്റിങ്ങും നല്ല സെറ്റപ്പുമാണ്. പിന്നെ ഇവിടുത്തെ വെള്ളത്തിൻ്റെ കാണുമ്പോൾ തന്നെ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ടിങ് ഡ്രിങ്കിന് വേണ്ടിയിട്ട് നന്നാറി സർബത്താണ് ഓർഡർ ചെയ്തത്. കുളിച്ച് നോക്കിയിട്ട് പറയാം കുടിക്കും. അപ്പോൾ നല്ല റിഫ്രഷിങ് ആട്ടോ ഇത് കുടിച്ചോട്ടെ. നല്ല അത്യാവശ്യം തണുപ്പുണ്ട്, അധികം തണുപ്പില്ല. നല്ല അടിപൊളി. അപ്പം അടുത്ത സ്റ്റാറ്റസിനെ വിളിക്കാൻ പറ്റും. അപ്പോൾ മമ്മി പിടിയും കോഴീൻ്റെ റിവ്യൂ പറയുന്നതാണ്. നല്ല പിടിയും നല്ല കോഴിക്കറി. Very tasty. I am trying. I'm going to try it. Super. Come and try it. Okay, വൈക അടിപൊളി. സ്റ്റീം പറയടി. അടിപൊളി. അങ്ങനെ നല്ല ചൂടുള്ള നല്ല സോഫ്റ്റ് പൊറോട്ടയും കഴിച്ചിരിക്കാം. നല്ല അടിപൊളി കറി, നല്ല പൊറോട്ടയും നല്ല സൂപ്പർ
സൂപ്പർ അടിപൊളി അടിപൊളി പ്രോൺസ് റോസ്റ്റ് ആണ് Guys. നമ്മളെ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പം അമ്മ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ബീഫ് ബിരിയാണി. അതിൻ്റെ കൂടെ കുറച്ച് ചല്ലാസ്, നാരങ്ങച്ചാറ മാങ്ങച്ചാറ എനിക്ക് കാണുന്നില്ല അവിടുന്ന്. നല്ല അടിപൊളി നാരങ്ങച്ചാറ്. അപ്പം അമ്മ കഴിച്ചിട്ട് എന്നോട് പറയുന്നത് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഐസ്ക്രീം 2 ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ഫ്രൂട്ട് സാലഡും ഉണ്ട്. പിന്നെ വയറ് നിറഞ്ഞുകൊണ്ട് ഫുള്ളാണ്. സോ ഡിസേർട്ടിനുള്ള ഇതില്ല, സാലമില്ല. അങ്ങനെ വേദയുടെ ഐസ്ക്രീം വന്നു. ഇന്നത്തെ മെയിൻ ഷെഫാണ് നമ്മൾ അങ്കിള്. ഉപ്പും മുളകും റെസ്റ്റോറൻറ്റ് ലിവർപൂളിൽ തുറന്നിട്ടുണ്ട്. എല്ലാവരും വരിക, ട്രൈ ചെയ്യുക, റിവ്യൂ പറയുക. കഴിച്ച് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തീർന്നു. അപ്പം എൻജോയ്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അച്ഛാ 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 എൻജോയ് ചെയ്തോ? രണ്ടുപേരും അടുത്തടുത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ അമ്മ കേരള സ്റ്റൈലിൽ ബിരിയാണി തിന്നുന്നതാണിത്. അപ്പൊ എന്താ നോക്കുന്നേ?